നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉലുവ എന്ന മഹാത്ഭുതത്തെ കുറിച്ചാണ്. ഉലുവ എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, ആഹാരത്തിൽ ഉപരി ഒരു ഔഷധമാണ് ഉലുവ എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഉലുവ ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്, കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉലുവയ്ക്ക് ഗുണങ്ങൾ ഉള്ളതുപോലെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ രോഗങ്ങളിലും ഉലുവ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതായത് പൊടിക്കൈയായിട്ടും അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ രോഗാവസ്ഥകളിൽ മാത്രമല്ല, നമുക്കൊരു പ്രിക്കോഷൻ ആയിട്ടും നമുക്കത് രോഗം വരുന്നത് തടയാനായിട്ടും നമ്മളിത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ പല രീതിയിൽ തലമുടി വളർച്ചയില്, സ്കിന്നിന്റെ ഇഷ്യൂസുകളില്, അതുപോലെ പല രീതിയിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുടെ പൊടിക്കൈകളായിട്ടും രോഗചികിത്സയിലൊക്കെ നമ്മളിത് ഈ ഉലുവ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇപ്പൊ സാധാരണ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. കൂടുതൽ ഡോക്ടേഴ്സ് നമ്മൾ എങ്ങനെയാണ് മരുന്ന്, പ്രത്യേകിച്ച് നമ്മൾ മരുന്ന് ഭക്ഷണമാക്കാതെ, എപ്പോഴും നമ്മളുടെ ഒരു മാരക രോഗമൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് മരുന്ന് ഭക്ഷണമായിട്ട് മാറുകയും ഭക്ഷണം അവിടെ ഇല്ലാതാവുകയാണല്ലേ ചെയ്യുന്നത്. ഇത് ഇവിടെ സംഭവിക്കുന്ന മരുന്ന് ഭക്ഷണമാക്കാതെ ഭക്ഷണം മരുന്നാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഉലുവേനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് പറയാനായിട്ട് അതിന്റെ ഒരു കോട്ടിംഗ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ മരുന്ന് ഭക്ഷണമാക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ പൂർവികര് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ആഹാര രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഉലുവ നിർദ്ദേശിച്ചിട്ടുള്ള പലപ്പോഴും നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ഉലുവക്കഞ്ഞി അങ്ങനത്തെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതിലേക്കൊക്കെ ഞാൻ വരാം, എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളതൊക്കെ. എന്തൊക്കെയായാലും നമുക്ക് ആഹാരം ഒരിക്കലും ഔഷധമാകരുത്. ഔഷധം നമുക്ക് ആഹാരത്തിനെ ഔഷധമാക്കി മാറ്റാം, അങ്ങനെ ആക്കണം. അല്ലാതെ ഔഷധത്തിനെ നമ്മൾ ഇപ്പോഴും ആഹാരമാക്കരുത് എന്നുള്ളത് ഈ അവസരത്തിൽ പറയുന്നു. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഡയറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് രോഗങ്ങൾ തടഞ്ഞു നിർത്താനായിട്ടും അതിനെ പ്രതിരോധിക്കാനായിട്ടും കഴിയും. ഓക്കെ, അപ്പോ അതിനാണ് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പഥ്യം എന്ന് പറയുന്ന ഒരു സംഭവം. സ്വതവേ പഥ്യം എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ആയുർവേദത്തിലേക്ക് ആരും വരില്ല. കാര്യം എന്താണ്, ഇതൊക്കെ അനുഷ്ഠിക്കണ്ടേ. അപ്പൊ ഇത് പേടിച്ചിട്ട് ഒരുപാട് ആളുകൾ നീങ്ങി നിൽക്കാറുണ്ട്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. പഥ്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം നമുക്ക് കാലാകാലത്തേക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഉലുവയുടെ ചില ഉപയോഗങ്ങൾ, എന്തൊക്കെ കാര്യത്തിലൊക്കെ നമുക്ക് ഉലുവ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായിരിക്കട്ടെ തുടക്കം. ഓക്കെ, അപ്പൊ ഉലുവയിൽ നമുക്ക് പ്രധാനപ്പെട്ട, നമ്മൾ ഉലുവയുടെ അരി ഉപയോഗിക്കുന്നു, ഉലുവയുടെ ആ ഒരു ഇലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതും ഔഷധ ഗുണമുള്ളതാണ്. അപ്പൊ ഉലുവയുടെ ഇലകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കസൂരി മേത്തി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് കറികളിലൊക്കെ അവർ സുലഭമായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ എല്ലാ കറികളിലും ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടായിരിക്കും പൊതുവെ. ഓക്കെ, അപ്പൊ അവര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ബെനിഫിറ്റ്സും അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ കൂടുതലായിട്ട് വിഭവങ്ങളിൽ അവർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ. പക്ഷെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ അത്ര കണ്ട് ഉലുവ ഇലകൾ ഉപയോഗിക്കുന്നത് കുറവാണ് എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. ഉലുവയ്ക്ക് മാത്രമല്ല, ഉലുവയുടെ ഇലയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് പൊടി രൂപത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് കറികളിലൊക്കെ ആഡ് ചെയ്ത് കഴിച്ച് അങ്ങനെ കഴിക്കാം കേട്ടോ. അതും നല്ലതാണ്. പിന്നെ ഒരേ സമയം ഭക്ഷണമായിട്ടും അതേപോലെ തന്നെ മരുന്നായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഉലുവ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും കറികളിൽ ആഡ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് ഉലുവ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഗുണം ചെയ്യുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും. ഇനി ചിലവർക്ക് ഇത് കഴിക്കാൻ പാടില്ലാത്തതുണ്ട്, അത് നമുക്ക് ലേറ്റർ ഓൺ പറയാം. അപ്പോ ഉലുവയുടെ അരി പോലെ തന്നെ നമുക്ക് ഇലയും നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിന് ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഒരു ചെറിയൊരു കയ്പരസം ഒക്കെ തോന്നുമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അത് കറികളിലൊന്ന് അത് കൂടുതലായിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് കൊണ്ടും നമുക്ക് കിട്ടില്ല കേട്ടോ. അത്ര അങ്ങോട്ടൊക്കെ നമുക്ക് ആ ഒരു ടേസ്റ്റിലേക്ക് വരില്ല. അതുകൊണ്ട് ആ കയ്പരസം ഒന്നും നമുക്ക് അറിയാതെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നിത്യജീവിതത്തിൽ നമുക്ക് ഈ ഉലുവ വിത്തുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം. അത് നമുക്ക് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഇലകളൊക്കെ നമുക്ക് വളരെ നാച്ചുറൽ ഫോമിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ ശരീരത്തിന് ഗുണപ്രദമായിട്ടുള്ള ഒരു മരുന്നുകളായിട്ട് ഔഷധങ്ങളിൽ ചേർത്തിട്ടും അതല്ലെങ്കിൽ പൊടിക്കൈകളായിട്ടൊക്കെ ഉലുവരിയും ഇലയും ഒക്കെ ഉപയോഗിക്കാം.
ഇനി ലൈഫ് സ്റ്റൈലിൽ വരുന്ന പലതരം അസുഖങ്ങളുണ്ട് അല്ലെ, പ്രമേഹം, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഇതിനൊക്കെ എന്ത് ഇഷ്യൂസ് ആയാലും ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ഉലുവ എന്നുള്ളത്. അത് ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ലേറ്റർ ഓൺ പറയാം. ഉലുവ ഇലയിൽ നമുക്ക് കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷക ഘടകങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഉലുവയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം പറയാം. ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഫ്ലവനോയിഡ്സ് എന്ന് പറയുന്ന ഒരു മൂലകം അടങ്ങിയിട്ടുണ്ട്, പിന്നെ പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് ഉലുവയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബേഴ്സ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ, ബി, സി എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം, ആൽക്കലോയിഡ്സ്, കൊളൈൻ, ഇനോസിറ്റോൾ, പിന്നെ അതുപോലെ ബയോട്ടിൻ, അത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഇതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സോലുബിൾ ആയിട്ടും ഇൻസോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തും ധാരാളം ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഉലുവ എന്ന് പറയുന്ന നമ്മുടെ ഈ ഔഷധ ഗുണമുള്ള സംഭവം. ഓക്കെ, അപ്പൊ ഈ ഉലുവയിൽ എന്തൊക്കെ രോഗങ്ങൾക്ക് ഇത് പ്രതിരോധിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതുപോലെ തന്നെ അസിഡിറ്റി കണ്ടീഷൻസ്, ഗാസ്ട്രൈറ്റിസ്, നെഞ്ചരിച്ചിൽ പോലത്തെ അവസരങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. ഉലുവ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം? നമുക്ക് മോരിൽ ഉലുവ ഉപയോഗിക്കാം, മോര് കാച്ചി ഉപയോഗിക്കാം. അത് ഉലുവപ്പൊടി ഇടാം, അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് അങ്ങനെ മോര് കാച്ചി കുടിച്ച് ഉപയോഗിക്കാം. ഈ ഗ്യാസ്ട്രൈറ്റിസിനൊക്കെ പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മോര് കാച്ചി കുടിക്കുന്നത് അതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉയർന്ന അളവിൽ സോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ മലബന്ധമൊക്കെ ഉണ്ടാക്കുന്നത് തടയാനായിട്ട് കഴിയും. കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഇത് നമുക്ക് വെറുതെ കുതിർത്തിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് അതിൽ സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്, അത് ഉള്ളിലേക്ക് കിട്ടുകയും നമുക്ക് ഈ മലബന്ധം തടയാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വയറൊന്ന് സോഫ്റ്റ് ആകാനും വയറിലെ സ്റ്റൂൾസ് ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആവാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ പൈൽസ്, ഹെമറോയിഡ്സ്, ഫിസ്റ്റുല, നാനോ, ഇത്തരം കണ്ടീഷനുകളിലൊക്കെ നമുക്ക് ഈ ഒരു ഉലുവ നല്ല രീതിയിൽ സഹായകരമാകാറുണ്ട് കേട്ടോ. പിന്നെ ഉലുവ കുതിർത്ത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അത് നമ്മുടെ വയറ് ക്ലീൻ ആക്കാനായിട്ട്, ഇപ്പൊ വയറൊക്കെ ഒരുപാട് സ്തംഭിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ വയറ് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഒറ്റമൂലിയായിട്ടൊക്കെ ഈ ഒരു ഉലുവ കുതിർത്തിട്ടുള്ള വെള്ളം കുടിക്കാം. ഉലുവ അതിന്റെ കൂടെ നമുക്ക് ചവച്ചരച്ച് തിന്നുകയും ചെയ്യാം കേട്ടോ. പിന്നെ അൾസർ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ദഹന സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉലുവ കുടലില് നമുക്കൊരു ആവരണം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കുടലിനുപരി ഉദരത്തിൽ നമുക്കൊരു ആവരണം തീർക്കുന്നുണ്ട്. അപ്പൊ ആന്തരിക അവയവങ്ങളെയൊക്കെ മിനുസപ്പെടുത്താൻ, അല്ലെ സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഉലുവ തിളപ്പിച്ച് വെള്ളം കുടിക്കാം, അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഉലുവ കുതിർത്ത് നമുക്ക് തലേദിവസം വെച്ചിട്ട് അത് നമുക്ക് ചവച്ചരച്ച് തിന്നാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഉലുവ പൊടിച്ച് അത് നമുക്ക് തേനും വെളുത്തുള്ളിയും ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ, LDL, അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ്, അതേപോലെ തന്നെ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂട്ടാൻ, അത് ഗുഡ് കൊളസ്ട്രോൾ ആണ് അല്ലെ, അത് നമ്മുടെ ശരീരത്തിലെ ക്രമാതീതമായിട്ട് കൂട്ടാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ പൊടിച്ചിട്ടുള്ള, അതും വെളുത്തുള്ളിയും അതുപോലെ തന്നെ തേനും ചേർത്തിട്ടുള്ള ഈ മിശ്രിതം. ഓക്കെ, പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ ഹോർമോൺസ്, അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പറയുകയാണെങ്കിൽ ഓവറിയൊക്കെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാനും, ഈസ്ട്രജനൊക്കെ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനൊക്കെ കുറെ ഉള്ളതുകൊണ്ട് ഈസ്ട്രജന്റെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കേട്ടോ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ പാൻക്രിയാസിന്, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉള്ള ആളുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അതുപോലെ ഓവറി നല്ല രീതിയിൽ ഫംഗ്ഷനിങ് ചെയ്യാനായിട്ടും റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഉലുവ സഹായിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇൻസുലിൻ, നമ്മുടെ ശരീരത്തില് ഇൻസുലിൻ മെറ്റാബോളിസം അത് ഇൻകറക്റ്റ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് പ്രമേഹ രോഗികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യിക്കാനായിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതെങ്ങനെ ഉപയോഗിക്കേണ്ട വിധം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുവ ഒരു ദിവസം കുതിർക്കാനായിട്ട് വെക്കാം. അത് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കത് അരിച്ച് അതിന്റെ നമുക്ക് വെള്ളം കുടിക്കാം. അതിന്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉലുവയും കൂടി കഴിക്കാം കേട്ടോ, അതും വളരെ നല്ലതാണ്. പ്രമേഹം നമുക്ക് പ്രമേഹത്തിന്റെ തുടക്കകാലത്തൊക്കെ നമുക്ക് ഈ ഒരു ഉലുവ ഇങ്ങനെ കഴിക്കുന്നത് ഒരു മെഡിസിൻ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഔഷധ രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോള്, അതുപോലെ ഷുഗർ, ഓക്കെ, പിന്നെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ്
മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് സഹായിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം ദഹിച്ചു കഴിയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പെട്ടെന്ന് ഫോം ആവും അല്ലെ. അപ്പൊ അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് പെട്ടെന്ന് അങ്ങനെ ആവാതിരിക്കാനായിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവ് ഉലുവയ്ക്കുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ കാർബോഹൈഡ്രേറ്റ്സ് ആവുന്നതിന്റെ ആ ഒരു ഇതിനെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അത്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആക്കാനുള്ള ഒരു കഴിവിനെ ഒന്ന് സാവധാനത്തിലാക്കാൻ ആവും എന്തായാലും, പക്ഷെ അതിനൊന്ന് സാവധാനത്തിലാക്കി കൊണ്ടുവരാനായിട്ട്, അതിന് ഡിലേ ആക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു സംഭവം വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ഭക്ഷണത്തിലായാലും നമ്മളിപ്പോ മീൻകറി വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ സാമ്പാറിൽ നമ്മളെല്ലാവരും ഉലുവ ചേർക്കുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ ഫുഡുകളിലും പറ്റാവുന്നതിലൊക്കെ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭക്ഷണത്തിന്റെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഔഷധമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാതെ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ ഒരുപാട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ സാവധാനം നമ്മുടെ രക്തത്തിലേക്ക് മാത്രമേ ഈ ഷുഗർ ആഗിരണം ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ ഒക്കെ കൂടുതലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അത്ര ആളുകൾക്കൊക്കെ ഇത് കുറയ്ക്കാനായിട്ട്, ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൂടാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യാനും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതേപോലെ തന്നെ പാൻക്രിയാസിനെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻസുലിൻ മെറ്റാബോളിസം കൂടും. അങ്ങനെയാണ് നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത് കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നു, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ നമുക്ക് സന്ധിവേദനകൾ, ആർത്രൈറ്റിസിന്റെ ഒക്കെ പെയിൻ വേദനകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ മസിൽ പെയിൻ, അതേപോലെ അതൊക്കെ ഉലുവ കുറയ്ക്കാൻ, വേദനകളൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം നീർക്കെട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് ഉലുവയ്ക്ക് കഴിയും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കർക്കിടക ചികിത്സേനെ കുറിച്ചിട്ട് അല്ലെ. നമ്മുടെ പൂർവികരൊക്കെ കർക്കിടക മാസത്തില് കർക്കിടക കഞ്ഞി കുടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് ഉലുവയും തവിട് കളയാത്ത അരിയും കൂടിയിട്ടുള്ള ഒരു അതാണ് കഞ്ഞിയാക്കിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് അങ്ങനെയാണ് ഇവര് ഉപയോഗിച്ചിരുന്നത്. ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ വാതരോഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പ്രതിരോധിക്കാനായിട്ട് കഴിയും. പിന്നെ അതുപോലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം, മനസ്സിലായോ, അതിനൊക്കെ ഒരുപാട് ഉപയോഗിക്കാം. കർക്കിടചര്യ എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോ ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉലുവ. ഓക്കെ, അപ്പോ അതിന് ഒരുപാട്. അപ്പൊ അതുപോലെ തന്നെ മഴക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരവേദന, നീർക്കെട്ടുകൾ, അതൊക്കെ കുറയ്ക്കാൻ, തണുപ്പുള്ള സമയത്താണ് ഇത് കൂടുതൽ അനുഭവപ്പെടുക അല്ലെ, നീർക്കെട്ടും വേദനയും, അതൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ സന്ധിഗത വാതവേദന, അതുപോലെ മസ്കുലാർ പെയിൻ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി വേദനയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉലുവ വെച്ചിട്ട് ഒരു കിഴിയൊക്കെ ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഉലുവ, നാരങ്ങ, വെളുത്തുള്ളി, അതുപോലെ തന്നെ മുരിങ്ങയില, ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുക ഫ്രൈങ് പാനിൽ ഇട്ടിട്ട്. എന്നിട്ട് അത് നമ്മൾ ചെറിയൊരു മുണ്ടെടുത്ത് അതിൽ കിഴി കെട്ടിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് വേദന, ഇവിടെ വേണമെങ്കിൽ എണ്ണ, മുറിവെണ്ണയോ കോട്ടൻ ചുക്കാതി തൈലമോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സിൽ ഇത് മുക്കിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ചെറിയൊരു വേദനകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു കിഴിയായിട്ട്, ഉലുവ കിഴിയായിട്ട് കെട്ടിയിട്ട് ഉപയോഗിക്കാനും വേദന കുറയ്ക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ വണ്ണമുള്ളവർക്ക് വളരെ നല്ലൊരു ഔഷധമാണ് ഈ ഒരു ഉലുവ. വണ്ണമുള്ളവർക്ക് എങ്ങനെയാ ഔഷധമാവുന്നത്? വണ്ണമുള്ളവർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1 മണിക്കൂർ മുൻപും 1 മണിക്കൂറിന് ശേഷവും ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് പെട്ടെന്ന് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് വലിച്ചെടുക്കുന്നതിനെ സാവധാനമാക്കാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ വെള്ളം കുടിക്കുന്നത്. വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഏത് ഭക്ഷണവും അതിൽ ഉലുവ ചേർത്ത് കഴിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെയിനുകൾ, വേദനകൾ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ആർത്തവ വേദന, അപ്പൊ സ്ത്രീകളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആർത്തവ വേദനകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം ആർത്തവ വേദനകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈസ്ട്രജന്റെ അത്രയും സമമായിട്ടുള്ള ഗുണങ്ങൾ ഉലുവയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഈ മെൻസ്ട്രൽ പെയിൻ ഒക്കെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ആർത്തവ വിരാമത്തിന്റെ ഒക്കെ സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ലക്ഷണങ്ങൾ, അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മാനസിക നിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ ഷോർട്ട് ഫ്ലാഷസ്, ചൂട് പോലെയും വേർപ്പ് കൂടുതൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഉലുവ വളരെ നല്ലതാണ്. പിന്നെ അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് നമുക്ക് ഇത് ഉലുവ ഇല നല്ലതാണ്. ഉയർന്ന അളവിൽ ഇരുമ്പിന്റെ അളവ് ഇതിൽ നല്ല രീതിയിലുണ്ട്, അതാണ് ഇതിനെ സഹായിക്കുന്നത്. ആർത്തവ സമയത്തെ വേദന, അതുപോലെ ഓവറി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട്, PCOD കംപ്ലൈന്റ്, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അതുപോലെ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ടും ഇറഗുലർ മെൻസ്ട്രേഷൻ ഒക്കെ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും, ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ചീനച്ചട്ടിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് വറക്കൊന്നും വേണ്ട,
ചൂടാക്കിയിട്ട് അതിന്റെ കടുക് പൊട്ടുമ്പോൾ നമ്മൾ അതിൽ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒഴിച്ച് അത് അരിച്ചു കുടിക്കുന്നത് നമ്മുടെ ആർത്തവ സമയത്തെ വേദന ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ കൂടുതൽ വണ്ണുള്ളവര്, കുടവയറുള്ളവര്, അസിഡിറ്റി കൂടുതലുള്ളത്, ഗ്യാസ് ഫോം ചെയ്യുന്നുള്ളവർക്ക് ഒക്കെ ഇത് ഈ ഉലുവയുടെ ഒരു ബെനിഫിറ്റ്സ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നല്ലതാക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതായിട്ട്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ബാലൻസ്ഡ് എമോഡ് ആ ഒരു നല്ല രീതിയിൽ റേഞ്ചിൽ നിൽക്കാനൊക്കെ ഇത് സഹായിക്കാറുണ്ട്. പതിവായിട്ട് ഉലുവ കഴിക്കുന്നത് നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉലുവയിൽ ഗാലക്ടോമാനിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഈ ഒരു തൈറോയിഡ് പ്രശ്നത്തിനായാലും ഈവൻ നമ്മുടെ ഹൃദയാരോഗ്യത്തിനായാലും ഒക്കെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഹൃദയാഘാതത്തിന്റെ സാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഉലുവയുടെ സമൃദ്ധമായിട്ട് പൊട്ടാസ്യം, അതുപോലെ തന്നെ സോഡിയം, ഇതിന്റെയൊക്കെ പ്രവർത്തനം കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളത് കൊണ്ട് സോഡിയത്തിന്റെ പ്രവർത്തനം രഹിതമാക്കിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഹൈ BP, അതുപോലെ അത്തിരോസ്ക്ലെറോസിസ്, കൊളസ്ട്രോള്, അത്തരം ഇഷ്യൂസ്, അതുപോലെ ഹൃദയമിടിപ്പ് കൂടുതലുള്ള അവസ്ഥ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഉലുവ സഹായിക്കും. ഔഷധമാണ് ഇത് കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കും ഈ ഉലുവ കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമോ? ഉലുവ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യുമ്പോഴല്ല ഇത്തരം ഗുണങ്ങൾ കിട്ടുന്നത്. കുറെ നാളുകൾ അധികം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യത്യാസം കിട്ടുന്നത്. അപ്പൊ കൊഴുപ്പടിഞ്ഞിട്ട് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്ന ഒരു സംഭവമാണ് അത്തിരോസ്ക്ലെറോസിസ്. അപ്പൊ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഉലുവ ഉപയോഗിക്കുന്നതുകൊണ്ട് രക്തോട്ടമൊക്കെ നല്ല രീതിയിൽ സഞ്ചാരം കൃത്യമാക്കാനും ബ്ലോക്കുകളൊക്കെ തടയാനൊക്കെ നമുക്ക് ഈ ഒരു ഉലുവ സഹായിക്കുന്നതാണ്. പിന്നെ പ്രായമാകുമ്പോൾ ഈ രക്തക്കുഴലിന്റെ ഇലാസ്റ്റിറ്റി ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉലുവ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് ഈ ഇലാസ്റ്റിറ്റി ശരിയാക്കാനൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിറ്റി നഷ്ടപ്പെടുന്നത് തടയാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ രക്തം തിന്നാക്കാനുള്ള ഒരു കഴിവ് ഈ ഉലുവയ്ക്കുണ്ട്. അതായത് രക്തക്കുഴലിലെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് തടയാനും അതുപോലെ തന്നെ അതിനൊക്കെ സഹായിക്കും. അപ്പൊ അത് കുറെ നാൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രക്തം തിന്നാവുന്നത്. അപ്പൊ ഹാർട്ട് ബ്ലോക്കുകളൊക്കെ ഇല്ലാതാക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഹൈ BP കുറയ്ക്കാനും ഹൃദ്രോഗമൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഹൃദ്രോഗത്തിന്റെ സാധ്യതയുള്ളവർ അവർ ഉലുവ ഒരു ഡയറ്റിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ ആയുർവേദ ഭാഷയിൽ പറയുകയാണെങ്കിൽ പഥ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതില് ഉലുവയില് സബോനിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ആഹാരത്തില് നമ്മുടെ ശരീരത്തിൽ വരുന്ന ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഒരുപാട് ഗുണങ്ങള് നമ്മുടെ ഉലുവയ്ക്ക് ഉണ്ട് കേട്ടോ. കുടലിലെ കൊഴുപ്പ് അത് നല്ല രീതിയിൽ അതൊരു പാളി പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് കുടലില് ക്യാൻസർ വരുന്നതിന്റെ സാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നം. പിന്നെ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ വിശപ്പിനെ ഒരുപാട് നിയന്ത്രിക്കും. ഒരുപാട് ഓവറായിട്ട് വിശപ്പ് ഉള്ളവരാണെങ്കിൽ ഈ ഉലുവ കഴിക്കുകയാണെങ്കിൽ വിശപ്പ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനൊക്കെ കഴിയും. പിന്നെ നമ്മുടെ പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുന്ന ഈ സെക്ഷൽ ഡിസയർ കുറവാണെങ്കിൽ അത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഉലുവ സഹായിക്കുന്നു. പിന്നെ പുരുഷന്മാരിൽ കാര്യങ്ങൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനും അത് മാറ്റി കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഔഷധങ്ങൾ വേണ്ടി വരും. എന്നാലും ഇതൊരു പഥ്യമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. വളരെ നല്ല വ്യത്യാസം വരുത്താറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ഉലുവ എന്നുള്ളത്. മുഖക്കുരു, ചുളിവുകൾ, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുളിച്ച മോരിന്റെ കൂടെ കുതിർത്ത ഉലുവ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ പൊള്ളല്, കരപ്പനൊക്കെ ഉള്ള മുഖമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഈ കുതിർത്ത ഉലുവയിൽ കുറച്ച് തേൻ അപ്ലൈ ചെയ്ത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അത് ബോഡിയിൽ അപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയോട് കൂടി നിലനിർത്താനായിട്ട് ഉലുവയും തേനും കൂടിയിട്ടുള്ള മിശ്രിതം സഹായിക്കും. പിന്നെ സ്കാൾപ്പിൽ നമുക്ക് ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് പോലത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കുതിർത്ത ഉലുവയുടെ കൂടെ തൈര് ആഡ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. വളരെ നല്ലതാണ്. മുടി ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഉലുവ. അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനും വളരെയധികം നല്ലതാണ്. ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലൊരു പാക്കാണ് ഉലുവ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ മുലപ്പാല്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ മുലപ്പാല് കുറവാണെങ്കിൽ അത് പ്രസവിച്ച സ്ത്രീകൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് മുലപ്പാല് കിട്ടാൻ ഉലുവ കഞ്ഞിയൊക്കെ നമ്മൾ സാധാരണ ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് മുലപ്പാല് കുറവാണെങ്കിൽ. അത് നമുക്ക് കൂട്ടാനായിട്ട് സഹായിക്കും. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ പ്രസവത്തിൽ നമുക്ക് ശരീരവേദന, അതുപോലെ തന്നെ നമുക്ക് തണ്ടൽ വേദന എന്നൊക്കെ, അത് വയറുവേദന, അതുപോലെ തന്നെ നമ്മുടെ നടുവേദനയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഗർഭാശയത്തിൽ അത് നമ്മുടെ യൂട്രസ് നല്ല രീതിയിൽ ശുദ്ധിയാക്കാനും ഇത് സഹായിക്കുന്നു. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഒരുപാട്
കൺട്രാക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഇത് അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ സമയത്തും നമുക്ക് കഴിക്കാം. അതുപോലെ നമ്മൾ ആസ്പിരിൻ ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം ആളുകൾ ഈ മരുന്ന് ഈ ഉലുവ ഉപയോഗിക്കുമ്പോൾ അത് ബ്ലീഡിങ് കൂട്ടാൻ സാധ്യതയുണ്ട്. കാര്യം അത് ബ്ലീഡിങ് ഓൾറെഡി നമ്മുടെ ബ്ലഡ് തിന്നാക്കുന്നതാണ് ഉലുവ. അപ്പൊ ആസ്പിരിൻ കഴിക്കുന്നത് ബ്ലഡ് തിന്നാക്കാൻ. അപ്പൊ ഓവറായിട്ട് നമ്മൾ ബ്ലഡ് തിന്നാക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ബ്ലീഡിങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളവരും നമ്മൾ ഉലുവ കുറയ്ക്കുക, അല്ലെങ്കിൽ ഉലുവ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പ്രസവത്തിന്റെ സമയത്തും ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പിന്നെ പ്രസവിക്കാനായിട്ട് പോകുന്നതിന്റെ ഒരു 3-4 ദിവസം മുൻപൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അത് നല്ല നോർമൽ ഡെലിവറി കിട്ടാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉലുവ കഞ്ഞി, അതായത് നമ്മൾ പ്രസവശേഷം പാലൊക്കെ ഉണ്ടാവാനായിട്ട്, മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് പറയാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ കരിപ്പെട്ടി എന്ന് പറയുന്ന ശർക്കരയാണ്, നെയ്യും കൂടി ചേർത്ത് നല്ല രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു ലേഹ്യ രൂപത്തിലാക്കിയിട്ട് പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നത് വളരെ മുലപ്പാലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ കുതിർത്ത ഉലുവയും ഞവര അരിയും അതും കൂടി നല്ല രീതിയിൽ കഞ്ഞിയാക്കിയിട്ട് അതും കുടിപ്പിക്കാം. അതിൽ നെയ്യ്, കരിപ്പെട്ടി, തേങ്ങാപ്പാല് ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒരു കുറച്ച് നാള് 2-3 ദിവസമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതും നല്ല രീതിയിൽ നമുക്ക് ഉലുവയുടെ ഗുണങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസവത്തിന്റെ ഒരു 3-4 ദിവസം മുൻപ് മാത്രമേ നോർമൽ ഡെലിവറിക്ക് നമ്മൾ ഉലുവ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് ഉപയോഗിക്കരുത് കേട്ടോ. അത് നമ്മുടെ പ്രസവ സമയത്ത് ഉപയോഗിക്കുന്നത് അല്ല, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രസവത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഗർഭാവസ്ഥയിൽ നമുക്ക് പ്രസവത്തിന് മുൻപായിട്ട് ഒരു 3-4 ദിവസം മുൻപായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ ഇൻഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻസും എല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ സംശയത്തിനും ആൻസർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിലും ചോദിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യും, വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.